കയറുകയാണ്. ഓൾറെഡി നമ്മൾ IMEയിൽ സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എയർ കണ്ടീഷനിങ് പഠിച്ചിട്ടുണ്ട്. എയർ കണ്ടീഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ കണ്ടീഷനിങ്, അതായത് ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷനകത്ത് വരുന്ന ഒരു പാർട്ടാണ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ അനാലിസിസ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ PH ഡയഗ്രാം, TS ഡയഗ്രാം ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാര്യം അനാലിസിസ് പാർട്ട് നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് ഒരു പെർഫോമൻസ് റേറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഹൗ വി ക്യാൻ evaluate the cycle, how we can identify the cycle in by its എന്താ പറയുന്നത്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാകും, ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ സൈക്കിൾ നമുക്ക് മനസ്സിലാക്കണം. അതായത് TS ഡയഗ്രാമോ PH ഡയഗ്രാമോ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ബെസ്റ്റ് പെർഫോമൻസ് നമുക്കൊരു സൈക്കിളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം ഇന്നത്തെ കണ്ടന്റിനകത്ത് നിങ്ങൾ PH ഡയഗ്രാം, TS ഡയഗ്രാം എന്താണ് എന്നാണ് നമുക്ക് കാര്യം. സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കി വരുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 1834 ജേക്കബ് പെർക്കിൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ കൊടുത്തത്. എന്താണ് എന്നുള്ളത് കാര്യം വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആ പേരിൽ തന്നെ വരുന്നുണ്ട്. സോറി, ഇറ്റ് ഈസ് ഉണ്ട് വേപ്പർ കംപ്രഷൻ സിസ്റ്റം, കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു വേപ്പറിന്, ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം, ഇപ്പം നമ്മളതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു 3 ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം വേണമെങ്കിൽ പറയാം. ഒന്നെന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം, എയർ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നു. വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ, അതിനകത്തും എയർ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അഡാബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ, അതിനകത്തൊരു പാരാമാഗ്നറ്റിക് സോൾട്ട് യൂസ് ചെയ്യുന്നു ഫോർ റെഫ്രിജറേഷൻ പർപ്പസ്. ഇവിടെ എല്ലാം ഒരു ഫേസിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിനെ നമുക്ക് വിസിബിൾ ആവുന്നത്, ഫുൾ ടൈം വിസിബിൾ ആവുന്നത്. അതേപോലെ തന്നെ എയറിനെ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യുന്നില്ല. അതായത് യൂസ് ചെയ്യുന്ന എയർ നമ്മൾ, അതായത് ഇപ്പം ബെൽകോൾമൻ സെമി ക്ലോസ്ഡ് സൈക്കിൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എയറിനെ നമ്മൾ റീയൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിന് പ്രാക്ടിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നും കൂടി നമ്മൾ പറയുന്നു. അപ്പം എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബൈ യൂസിങ് ദ സെയിം റെഫ്രിജറൻറ്റ് ത്രൂ ഔട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് റെഫ്രിജറേഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു വേപ്പർ, ദാറ്റ് ഈസ് എ റെഫ്രിജറൻറ്റ്, ദാറ്റ് ഈസ് എ വർക്കിംഗ് ഫ്ലൂയിഡ് വിച്ച് ഈസ് ബീങ് റീസർക്കുലേറ്റഡ്, മീൻസ് അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ്, ക്ലോസ്ഡ് സൈക്കിൾ. ഈ ക്ലോസ്ഡ് സിസ്റ്റം ആണ് നമ്മളിവിടെ റെഫ്രിജറേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു റെഫ്രിജറേഷൻ പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആസ് യൂഷ്വൽ എങ്ങനെയാണ് നമുക്ക് റെഫ്രിജറേഷൻ ചെയ്യാൻ പറ്റുന്നത്? ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യാം, ആ കംപ്രസ് ചെയ്ത ഫ്ലൂയിഡിനെ എക്സ്പാൻഡ് ചെയ്യാം, നമുക്ക് റെഫ്രിജറേഷൻ കിട്ടും. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്തെന്ന് വെച്ചാൽ വേപ്പറിനെ കംപ്രസ് ചെയ്യുന്നു, വേപ്പറിനെ കംപ്രസ് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു, നമുക്ക് റെഫ്രിജറേഷൻ പ്രോസസ്സ് കിട്ടും. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിനകത്ത് വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേപ്പറിന് ഫേസ് കൺവേർഷൻസ് നടക്കുന്നുണ്ട്. അതായത് സൈക്കിളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ വേപ്പർ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്, ലിക്വിഡ് പ്ലസ് വേപ്പർ ഫോമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മിക്സ്ചർ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ത്രൂ ഔട്ട് എയർ അതിൻ്റെ ഗേഷ്യസ് ഫോമിൽ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് അതിൻ്റെ ഫേസ് കൺവേർഷൻ നടത്തുന്നുണ്ട്. അതായത് വേപ്പറിൽ നിന്നത് ലിക്വിഡായിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരിക്കും നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും അതേപോലെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മോസ്റ്റ് പ്രാക്ടിക്കൽ ഫോം ഓഫ് റെഫ്രിജറേഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് യൂട്ടിലിറ്റീസ്. The working fluid is a vapor. The refrigerant does not leave the system, but it is circulated throughout the system. During evaporation, it absorbs heat from the cold body. So evaporation process എന്ന് പറയുന്നത് heat absorb ചെയ്യുന്ന process ആണ്. That is, evaporation means that it is converting from liquid to vapor. അതാണ് evaporation form എന്ന് പറയുന്നത്, from liquid to vapor. ആ liquid to vapor conversion നടക്കുന്ന സമയത്ത് it absorbs heat from the cold body. This heat is used as its latent heat for converting it from liquid to vapor.
അതായത് കോൾഡ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് എടുത്തുകൊണ്ടാണ് ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഫേസ് കൺവേർഷനിലേക്ക് മാറും. നമുക്കറിയാം 2 ടൈപ്പ് ഹീറ്റാണ് ഉള്ളത്. ഒന്ന് ലേറ്റന്റ് ഹീറ്റ് ഉണ്ട്, സെൻസിബിൾ ഹീറ്റ് ഉണ്ട്. നമുക്ക് ടെമ്പറേച്ചർ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹീറ്റ് അബ്സോർവ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ ബൈ 5 ഡിഗ്രി കൂടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ കൊടുത്ത ഹീറ്റിനെ ഞാൻ ഒരിക്കലും ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയത്തില്ല, സെൻസിബിൾ ഹീറ്റ് എന്ന് പറയത്തുള്ളൂ. സെൻസിബിൾ ഹീറ്റ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുന്നത്. അതേസമയം ലേറ്റന്റ് ഹീറ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിനും ഫേസ് കൺവേർഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് മനസ്സിലുണ്ടായിരിക്കണം. ലേറ്റന്റ് ഹീറ്റ് മീൻസ് phase conversion, sensible heat means temperature addition or rejection. Okay, in condensing or cooling or liquefying, it rejects heat to the external body, thus creating a cooling effect in the working fluid. ഇവിടെ നിന്ന് എടുക്കുന്ന ഹീറ്റ്, അതായത് നമുക്കിപ്പം ലിക്വിഡ് ടു വേപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ റെഫ്രിജറന്റ് എടുത്ത ഹീറ്റ് വേറൊരു കൂളിംഗ് സബ്സ്റ്റൻസിലിട്ട് കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും അത് സർക്കുലേറ്റ് ചെയ്ത് വരുന്നു. അതാണ് അതിൻ്റെ റെഫ്രിജറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി പണ്ടത്തെ കാലത്ത് വെച്ചിട്ടാണ് പറയുന്നത്. അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻസ് എന്ന് പറയുന്നത്. അമോണിയ ഇതൊക്കെ പലതും ഇപ്പം ബാൻ ചെയ്തിട്ടുണ്ട്. Okay, the ratio of COP of the vapor compression cycle to the COP of Carnot cycle is known as refrigeration efficiency or performance index. But ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാട്ട് ഈസ് റെഫ്രിജറേഷൻ എഫിഷ്യൻസി ഓർ പെർഫോമൻസ് ഇൻഡെക്സ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമുക്ക് ഉള്ള സൈക്കിളിൽ അല്ലെങ്കിൽ നമുക്കുള്ള റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്ന COP ടു COP ഓഫ് ദ കാർനോട്ട് സൈക്കിൾ. നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് ദ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് കാർനോട്ട് എഫിഷ്യൻസി ഉണ്ട്. അതിൻ്റെ എഫിഷ്യൻസിയും കൂടെ എടുത്ത് ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് എന്ത് പറയുന്നത്, റെഫ്രിജറേഷൻ എഫിഷ്യൻസി ഓർ പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ലേ ഔട്ട് ഓഫ് എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണ് വരുന്ന കമ്പോണൻസ്? നമുക്കൊരു കംപ്രസർ വരും, ഇപ്പം നമുക്ക് ഓൾറെഡി ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ വി ഹാവ് ഇവാപ്പറേറ്റർ. This is the evaporator. It is nothing but a heat exchanger where the heat is being absorbed. Heat absorb ചെയ്യുന്നത് evaporatorലാണ്. Then it is an expansion device. Then we have a condenser. അപ്പം ബേസിക് കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് കംപ്രസർ. അതിൻ്റെ ഓർഡറിൽ പോകണമെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്? കംപ്രസറിൽ നിന്ന് കണ്ടൻസറിൽ നിന്ന് എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്ന് ഇവാപ്പറേറ്ററിലേക്ക്. അപ്പോൾ 2 ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ് നമുക്കുള്ളത്, ഒരു ഇവാപ്പറേറ്റർ, ഒന്ന് കണ്ടൻസർ. അപ്പം ഈ 2 ഹീറ്റ് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റർ എപ്പോഴും തണുത്ത സ്ഥലമായിരിക്കും, കണ്ടൻസർ എന്ന് പറയുന്നത് എപ്പോഴും ഹോട്ടായിട്ടുള്ള ഒരു എക്സ്ചേഞ്ചർ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നതും കണ്ടൻസർ എന്ന് പറയുന്നത് രണ്ടിലും ഫേസ് കൺവേർഷൻസ് ആണ് നടക്കുന്നത്. ഇവാപ്പറേറ്ററിനകത്ത് ലിക്വിഡിൽ നിന്ന് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കണ്ടൻസറിനകത്ത് ഫ്രം വേപ്പർ ടു ലിക്വിഡ് ആണ് എന്ത് ചെയ്യുന്നത്, കൺവേർഷൻ നടക്കുന്നത്. ഇതാണ് ഓർത്ത് വെച്ചിരിക്കുന്ന കാര്യം. ആ ലിക്വിഡാണ് നമ്മളിവിടെ റിസീവർ ടാങ്കിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ലേ ഔട്ട് ഓഫ് ദ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ട്യൂബ് വഴി കണക്ട് ചെയ്തു. ആ ട്യൂബിനകത്ത് ഞാൻ പറഞ്ഞ വർക്കിംഗ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റെഫ്രിജറേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം കംപ്രസർ ഉണ്ട്. This is a compressor and this is the evaporator. It is nothing but a heat exchanger. Then we have the expansion valve or expansion device. We have a condenser unit and the receiver of course. Okay, അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ലേഔട്ടിനെ ബേസ് ചെയ്തുള്ള വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ വർക്കിംഗ് എല്ലാം നമുക്കറിയാം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. വി ഹാവ് ദ പ്രഷർ ഗേജസ് ഹിയർ. സോ ഈ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിരിക്കുന്ന പറയുന്നത് കംപ്രസറിൽ നിന്ന് വരുന്നത്. ഇതാണ് കംപ്രസർ കഴിഞ്ഞ് വരുന്ന ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് വരുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കംപ്രസർ കഴിഞ്ഞ് A എന്ന് പറയുന്ന പോയിന്റ് മുതലാണ് കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് കംപ്രസറിൻ്റെ ഇൻലെറ്റ് ആണ്. അപ്പം ഏത് ടൈപ്പ് കംപ്രസറുകളും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. A എന്ന് പറയുന്ന സാധനം ഔട്ട്ലെറ്റ് ആണ്. ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്നതെന്ന് പറയുന്നത് എപ്പോഴും ഹൈ പ്രഷറായിട്ട്. കംപ്രസറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോ പ്രഷറിലുള്ള ഒരു സാധനത്തിനെ റിസീവ് ചെയ്യുക, അതിനെ ഹൈ പ്രഷറിലേക്ക് മാറ്റുക.
ഓക്കെ. ഹൈ പ്രഷറിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പ്രഷറിലാണോ നമുക്ക് കണ്ടൻസ് ചെയ്യേണ്ടത്, നമ്മുടെ റെഫ്രിജറന്റ് ഏത് പ്രഷറിലാണോ നമുക്ക് കൊടുക്കുന്ന ആ ഹീറ്റ് എക്സ്ചേഞ്ചിൽ ഇത് കണ്ടൻസ് ചെയ്യുന്ന ആ പ്രഷറിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടൻസേഷൻ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ. എക്സ്ക്യൂസ് മീ, അതല്ല, ബി എന്ന് പറയുന്നതാണ് ഔട്ട്ലെറ്റും, കേൾക്കുന്നുണ്ടോ? ബി എന്ന് പറയുന്ന ഔട്ട്ലെറ്റും എ എന്ന് പറയുന്നത് ഇൻലെറ്റും ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയി. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ബി ഔട്ട്ലെറ്റും എ എന്ന് പറയുന്നത് ഇൻലെറ്റും. എനിവൺ? ഓക്കെ. അപ്പം ബി എന്ന് പറയുന്നത് കംപ്രസറിന്റെ ഔട്ട്ലെറ്റും എ എന്ന് പറയുന്നത് കംപ്രസറിന്റെ ഇൻപുട്ടുമാണ്. അപ്പം എ എന്ന് പറയുന്ന ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നതെല്ലാം ലോ പ്രഷർ സൈഡ് ആയിരിക്കും. അപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ എ വരുന്ന ട്യൂബ് ലോ പ്രഷർ റീജിയനിൽ നിൽക്കുന്നതാണ്, ബി എന്ന് പറയുന്ന ട്യൂബ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ റീജിയനിൽ നിൽക്കുന്നതാണ്. അപ്പം അവിടെ അത്രയും ഹൈ പ്രഷറും ആയിരിക്കും, എ എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്നതെല്ലാം ലോ പ്രഷർ ആയിരിക്കും. അപ്പം ഈ പ്രഷർ ഗേജ് ലോ പ്രഷർ സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, അത് ലോ പ്രഷർ അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ റീഡ് ചെയ്യുന്ന ഒരു ഗേജ് ആയിരിക്കും. ഹൈ പ്രഷർ സൈഡിൽ നിൽക്കുന്ന ഈ പ്രഷർ ഗേജ് മെഷർ ചെയ്യുന്നത് എപ്പോഴും ഡിസ്ചാർജ് പ്രഷർ അല്ലെങ്കിൽ ഹൈ പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു ഗേജ് ആയിരിക്കും, പ്രഷർ ഗേജ് ആയിരിക്കും. ദെൻ ഫ്രം ദ കംപ്രസർ ദ ഹൈ പ്രഷർ വേപ്പർ. ഓക്കെ, ഞാൻ ഇതിൻ്റെ വർക്കിംഗ് പറയാൻ പോവാണ്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ കംപ്രസറിൽ എടുക്കുകയാണ്. സോ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഒരിക്കലും ലിക്വിഡിനെ കംപ്രസ് ചെയ്യുന്നില്ല. ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, വേപ്പറിനായിരിക്കും കംപ്രസ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും കംപ്രസറിലേക്ക് വരുന്നതും വേപ്പർ ആയിരിക്കണം, കംപ്രസറിൽ നിന്ന് പോകുന്നതും വേപ്പർ ആയിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അപ്പം കംപ്രസറിൽ നിന്ന് വരുന്നത് എപ്പോഴും ഹൈ പ്രഷർ വേപ്പർ ആയിരിക്കും. സോ ഹൈ പ്രഷർ വേപ്പർ വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദ കംപ്രസർ ഇസ് ഫെഡ് ഇൻ ടു ദ കണ്ടൻസർ. കണ്ടൻസറിലൂടെ പാസ് ചെയ്യും. കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇതിനകത്തു നിന്നുള്ള ടെമ്പറേച്ചർ റിലീസ് ചെയ്യാൻ, ഹീറ്റ് റിലീസ് ചെയ്യാന്നുള്ളൂ. ഹീറ്റ് റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കൂളിംഗ് മീഡിയം വഴിയോ ഒന്നെങ്കിലും ഒരു വാട്ടർ സർക്കുലേഷൻ വഴിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹീറ്റിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടൻസറിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലേറ്റൻ ഹീറ്റാണ് റിമൂവ് ചെയ്യുന്നത്. ലേറ്റൻ ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ ഫേസ് കൺവേർഷൻ നടക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ ഫേസ് കൺവേർഷൻ. അപ്പം ഞാനിവിടെ ഈ കംപ്രസർ വെച്ചിട്ട് പ്രഷറൈസ് ചെയ്യുമ്പോൾ, വേപ്പറിനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ടോ ആ ടെമ്പറേച്ചർ തന്നെയായിരിക്കും ഈ കണ്ടൻസർ വഴി പാസ് ചെയ്ത് വരുമ്പോഴും. പക്ഷേ ഒറ്റ ചേഞ്ചേ ഉള്ളൂ, കണ്ടൻസറിനകത്തൂടെ പാസ് ചെയ്ത് വരുമ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്തുകൊണ്ട് ഈ റെഫ്രിജറൻറ്റ് വേപ്പർ റെഫ്രിജറൻറ്റിൽ നിന്ന് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് മാറുന്നു. ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഞാനിവിടെ റിസീവർ വെച്ചിട്ടുണ്ട്, ആ റിസീവറിനകത്ത് കളക്ട് ചെയ്യും. ആ റിസീവറിൽ നിന്ന് പിന്നീട് വരുന്ന ലൈൻ എടുത്തുകൊണ്ട് വരുന്ന നേരെ എക്സ്പാൻഷൻ ഡിവൈസിലായിരിക്കും. ഈ എക്സ്പാൻഷൻ ഡിവൈസിനകത്ത് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ റിസീവർ വെച്ചിട്ട് കളക്ട് ചെയ്യുന്നത്. കാര്യം ഇതിനകത്ത് ഒരിക്കലും വേപ്പർ കയറരുത്. വേപ്പർ കയറി കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസിനെ ബാധിക്കരുത്. അതേ കണക്ക് ഇവിടെ ലിക്വിഡ് വന്നു കഴിഞ്ഞാലും എഫിഷ്യൻസിനെ ബാധിക്കും. അവിടുത്തെ സിസ്റ്റത്തിന് യൂണിറ്റിനൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് അതേ രീതിയിൽ അത് ചെയ്യത്തില്ല. അപ്പം എക്സ്പാൻഷൻ ഡിവൈസിൽ വരുന്ന സമയത്ത് ഇവിടെ ഹൈ പ്രഷറാണ്, ഹൈ ടെമ്പറേച്ചർ ആണ്, ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് എക്സ്പാൻഷൻ ഡിവൈസ് വഴി പാസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയി മാറും. മീൻസ് ദാറ്റ് അതിൻ്റെ പ്രഷർ കുറയും, അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അതാണ് ഇവിടെ ലോ പ്രഷർ ലിക്വിഡ് വേപ്പർ മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വേപ്പർ മിക്സ്ചർ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ വേപ്പർ അതിനകത്ത് ഫോം ചെയ്യും. മീൻസ് കംപ്ലീറ്റ് ആയത് ലിക്വിഡിനെടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വേപ്പറിൻ്റെ പ്രസൻസ് വരും. അത് നമ്മൾ pH ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിലുള്ള സാധനം ആ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റ് നേരെ ഇവാപ്പറേറ്ററിനകത്തൂടെ പാസ് ചെയ്യും. ഈ ഇവാപ്പറേറ്ററിനകത്തൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ഹീറ്റ് അബ്സോർവ് ചെയ്യും. എവിടെ നിന്നാണ് നമുക്ക് കൂൾ ചെയ്യേണ്ട ഒബ്ജക്റ്റിൽ നിന്നുള്ള ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ട് ആ ഹീറ്റ് എടുത്തുകൊണ്ട് ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ ഫേസ് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ വേപ്പർ ഫോമിലോട്ട് മാറുക എന്നുള്ളതാണ് ആ ഒരു പ്രഷറിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഹീറ്റ് എടുത്തുകൊണ്ട് ഈ ലോ പ്രഷറിൽ ഇതെന്ത് ചെയ്യും, അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും. പക്ഷേ ടെമ്പറേച്ചറും
കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. കാര്യം ഫേസ് കൺവേർഷന് വേണ്ടിയിട്ടാണ് ആ ഹീറ്റ് യൂസ് ചെയ്തത്, ടെമ്പറേച്ചർ ചേഞ്ചിന് വേണ്ടിയിട്ട് അല്ല. ആ ലോ പ്രഷർ ലോ ടെമ്പറേച്ചറിലായിട്ടുള്ള വേപ്പർ റെഫ്രിജറന്റ് നേരെ എവിടെ വരും? കംപ്രസറിലേക്ക് വരും. അത് വീണ്ടും എന്ത് ചെയ്യും? കംപ്രസ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് വീണ്ടും കണ്ടൻസിംഗ് യൂണിറ്റിനോട് പാസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഇതെല്ലാം ആണ് നേരത്തെ പറഞ്ഞ കാര്യം. ഫണ്ടമെന്റൽ പ്രോസസ് എന്ന് പറയുന്നത് ദേ ആർ കംപ്ലീറ്റഡ് ഇൻ വൺ സൈക്കിൾ. ഐസെൻട്രോപിക് കംപ്രഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ കംപ്രസർ. കംപ്രസറിനകത്ത് നടക്കേണ്ടത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. പിന്നെ ഹീറ്റ് റിജക്ഷൻ കണ്ടൻസേഷനകത്ത് നടക്കുന്നത് ഐസോബാറിക് ഹീറ്റ് റിജക്ഷൻ ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസെൻതാൽപിക് എക്സ്പാൻഷൻ പ്രോസസ് ആണ് എക്സ്പാൻഷൻ ഡിവൈസിൽ നടക്കുന്നത്. എൻതാൽപി കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും നടക്കുന്നത്. ഐസോബാറിക് ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ് ആയിരിക്കും ഇവാപറേറ്ററിനകത്ത് നടക്കുന്നത്. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഓക്കെ, ഈ രണ്ട് സൈഡാണ് നമുക്കുള്ളത്. ഹൈ പ്രഷർ സൈഡും ഉണ്ട്, ലോ പ്രഷർ സൈഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് ബീങ് റീസർക്കുലേറ്റഡ് കണ്ടിന്യൂസ്ലി. അപ്പം ലീക്ക് പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ, ലീക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദ സെയിം വർക്കിംഗ് ഫ്ലൂയിഡ് ഹാസ് ബീൻ റീയൂസ്ഡ് കണ്ടിന്യൂസ്ലി ആൻഡ് ദ സിസ്റ്റം വിൽ പ്രൊഡ്യൂസ് ദ റെഫ്രിജറേഷൻ. ഓക്കെ, സോ വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദി സിസ്റ്റം? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാത്തിനകത്തും COP വളരെ കുറവായിരുന്നു. പക്ഷേ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനകത്ത് COP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് ഹൈ ആൻഡ് ഇറ്റ്സ് റണ്ണിങ് കോസ്റ്റ് വൺസ് ഇറ്റ് ഈസ് ഗെറ്റ് ഇൻസ്റ്റാൾഡ് ഇറ്റ്സ് റണ്ണിങ് കോസ്റ്റ് ഈസ് മച്ച് ലെസ്. ഓക്കെ, ഫോർ ദ സെയിം റെഫ്രിജറേഷൻ എഫക്ട് ദ സൈസ് ഓഫ് ദ ഇവാപറേറ്റർ ഈസ് സ്മോളർ. സോ നമുക്ക് ബാക്കിയുള്ള സിസ്റ്റംസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ if we are getting for the same refrigeration process, for the same temperature drop, the evaporator used in vapor compression system is much less and the size വളരെ കുറവായിരിക്കും. The required temperature of refrigerator can be achieved simply by adjusting the throttle valve of the same unit. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഫർദർ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ സപ്പോസ് ഞാൻ -5°C ആണ് ഞാൻ ഇവാപറേറ്റർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ത്രോട്ടൽ വാൽവ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ടെമ്പറേച്ചർ ഫർദർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ മെറിറ്റ്സ് കംസ് ഫോർ ദ വേപ്പർ കംപ്രഷൻ സിസ്റ്റം. വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്? മച്ച് ഡീമെറിറ്റ്സ് ആർ നോട്ട് ദെയർ. വി ക്യാൻ എന്താ പറയുന്നത്, കുറച്ചൊക്കെ എടുത്ത് പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കളയാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷേ ഏറ്റവും വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനിഷ്യൽ കോസ്റ്റ് ആണ്. ഇനിഷ്യൽ കോസ്റ്റ് എന്തായാലും കൂടുതലായിരിക്കും ഈ ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനകത്ത്. പിന്നെ ഇൻഫ്ലമബിലിറ്റി, ലീക്കേജ് ഓഫ് വേപ്പേഴ്സ് ആൻഡ് ടോക്സിസിറ്റി ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഇതിനകത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന വേപ്പേഴ്സ് റെഫ്രിജറൻസ് എല്ലാം തന്നെ ടോക്സിക് ആയിട്ടുള്ള റെഫ്രിജറൻസ് ആണ്. അത് ഫ്ലമബിൾ ആണ്, ഇൻഫ്ലമബിൾ ആണ്, കൂടിയും കൂടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ റെഫ്രിജറൻറ്റിനകത്ത് ലീക്ക് ചെയ്ത് വന്നാലോ അത് ടോക്സിക് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള ഡാമേജ് ഉണ്ടാക്കും. കത്തുന്നതും കൂടെ ആണെന്നുണ്ടെങ്കിൽ വരെ രീതിയിലുള്ള പ്രശ്നങ്ങൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഡീമെറിറ്റ്സിനകത്തുണ്ട്. പക്ഷേ നമ്മൾ നൗ ഡേയ്സ് വി ആർ റീപ്ലേസ്ഡ് ദിസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലമബിൾ ടോക്സിക് ആയിട്ടുള്ള റെഫ്രിജറൻസിനെയൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പാർട്ട് നമുക്കിപ്പം ഡീമെറിറ്റ്സിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഡീമെറിറ്റ്സ് വേണം എന്ന് വെച്ചിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഫങ്ഷണൽ പാർട്സ് ഓഫ് എ സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്രസറാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കംപ്രസർ is to remove the vapor from the evaporator and to rise its temperature and pressure to a point such that vapor can be condensed with available condensing medium. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേപ്പറിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബാറിൽ എത്തിക്കും. ആ പ്രഷറിൽ ഈ സാധനം നേരെ കണ്ടൻസിങ് യൂണിറ്റിനകത്തൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉടനെ ഇതെന്ത് ചെയ്യും? ഹീറ്റ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രഷറിൽ ഇതിനൊരിക്കലും എന്തായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, വേപ്പറായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഈ റെഫ്രിജറൻറ്റിന്. എങ്ങനെയെങ്കിലും അതിന് എന്തെങ്കിലും രീതിയിൽ ഹീറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് അതിന് ലിക്വിഡ് ഫോമിലോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അതാണ് ആക്ച്വലി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ റെഫ്രിജറൻറ്റിനെ എടുത്ത് അതിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിന് എവിടെയെങ്കിലും ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? അത് ലിക്വിഡായിട്ട് മാറും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കംപ്രസർ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്ത് എത്രത്തോളം നമുക്ക് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെന്നെങ്കിലും ഹീറ്റ് എടുത്തുകൊണ്ട് അത് ലിക്വിഡ് ആവുമെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിലോട്ടായിരിക്കും ഈ കംപ്രസർ എത്തിച്ചു കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ദ കംപ്രസർ പ്രഷറൈസ് ദ റെഫ്രിജറൻറ്റ് സോ ദാറ്റ്
ഇറ്റ് ക്യാൻ ബി കണ്ടൻസ്ഡ് വിത്ത് അവൈലബിൾ കണ്ടൻസിങ് മീഡിയം. അപ്പോൾ ഏതെങ്കിലും വാട്ടർ സർക്കുലേഷനോ അല്ലെങ്കിൽ എയർ സർക്കുലേഷനോ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് അത് അതിൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറുന്നത്. ലേറ്റന്റ് ഹീറ്റ് എടുത്തുകൊണ്ട് ലേറ്റന്റ് ഹീറ്റ് റിജക്ട് ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യും, ലിക്വിഡ് ആയിട്ട് മാറും. ദെൻ വരുന്നത് ഡിസ്ചാർജ് ലൈനാണ്, ഒരു ഹോട്ട് ഗ്യാസ് ലൈൻ എന്ന് പറയുന്നത്. കംപ്രസറിൽ നിന്ന് വരുന്ന ലൈൻ മൊത്തം എന്താണ്, ഡിസ്ചാർജ് ലൈനാണ്. അത് ഹോട്ട് സൈഡുമാണ്, ഹൈ പ്രഷർ സൈഡുമാണ്. സോ ദിസ് ഡിസ്ചാർജ് ലൈൻ ഡെലിവേഴ്സ് ദ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ ഫ്രം ദ ഡിസ്ചാർജ് ഓഫ് ദ കംപ്രസർ ടു ദ കണ്ടൻസർ. അപ്പം കണ്ടൻസറിൽ നിന്ന് കംപ്രസറിൽ നിന്ന് കണ്ടൻസറിലേക്ക് എത്തുന്നത് ഡിസ്ചാർജ് ലൈൻ വഴിയാണ്. ഇനി കണ്ടൻസറിൽ എത്തിക്കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് എ ഹീറ്റ് ട്രാൻസ്ഫർ സർഫസ് through which heat passes from the hot refrigerant vapor to the condensing medium. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻസിങ് മീഡിയം എന്താണോ ആ കണ്ടൻസിങ് മീഡിയത്തിലേക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എവിടെയാണ്, ഈ കണ്ടൻസറിലാണ്. എന്താ വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും നമ്മൾ ഈ കണ്ടൻസിങ് സെക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ കണ്ടൻസറിനകത്ത് ഇവിടെ പാസ് ചെയ്ത് പോകുന്ന സമയത്തും this refrigerant get enough time to exchange heat with that condensing medium and converting from the vapor to liquid condition. Okay. Then once it gets liquefied, what happens? It is being collected in the receiver tank to provide the storage for the condensed liquid so that a constant supply of liquid is available to the evaporators as required. അപ്പോൾ നമ്മൾ ഇവിടെ റിസീവർ ഒന്നും വെച്ചില്ല, നേരെ അങ്ങോട്ട് എക്സ്പാൻഷൻ ഡിവൈസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ റെഫ്രിജറൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടൻസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ലിക്വിഡ് ആയിട്ട് അതായത് വേപ്പർ പ്ലസ് ലിക്വിഡ് മിക്സ്ചർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്ത് ചെയ്യും, ഇവാപ്പറേറ്ററിനകത്ത് വരുമ്പോൾ, അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ ഡിവൈസിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ കുറച്ചും കൂടെ നമുക്ക് വേപ്പർ ഫോം ചെയ്യും. അപ്പം നമുക്ക് ഇവാപ്പറേറ്ററിനകത്ത് അത്രത്തോളം ലിക്വിഡ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ലിക്വിഡിൻ്റെ മാസ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെഫ്രിജറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് ലിക്വിഡ് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാപ്പറേറ്ററിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസീവർ ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ലിക്വിഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫ്രം ദ റിസീവർ ടു ഇവാപ്പറേറ്റർ എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ ടു റിസീവർ ടു എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. എ ലിക്വിഡ് ലൈൻ ക്യാരീസ് ലിക്വിഡ് റിഫ്രിജറന്റ് ഫ്രം ദ റിസീവർ ടാങ്ക് ടു ദ refrigerant flow control. Then it is into the expansion valve. ഇവിടെയാണ് നമ്മൾ റെഫ്രിജറന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. To meter the proper amount of refrigerant to the evaporator and to reduce the pressure of the liquid entering the evaporator so that liquid will vaporize in the evaporator at the desired low temperature and take out sufficient amount of heat. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പാൻഷൻ ഡിവൈസിനകത്തൂടെ ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ ഐസെൻതാൽപിക് എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് കുറയ്ക്കും. അതായത് പ്രഷർ കുറയും. നേരത്തെ പറഞ്ഞ കംപ്രസറിനകത്ത് പ്രഷറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ ഡിവൈസിനകത്ത് എന്ത് ചെയ്യുന്നത്, ഡീപ്രഷറൈസ് ആയിട്ട് എന്നാൽ പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് എന്ത് കണ്ടീഷനിലാണ് നിൽക്കുന്നത്, ലിക്വിഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആ പ്രഷർ കുറയ്ക്കുന്ന ഉടനെ ഇത് ടെമ്പറേച്ചറും കുറയും. അപ്പോൾ നമുക്ക് വേണ്ട റെഫ്രിജറേഷൻ്റെ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞു. ഇനി നേരെ ഇത് ഇവാപ്പറേറ്ററിനകത്തോടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോ പ്രഷറിനകത്ത് ഒരിക്കലും ഈ ഒരു റെഫ്രിജറന്റിന് അതിൻ്റെ ലിക്വിഡ് ഫോമിൽ നിൽക്കാൻ പറ്റത്തില്ല. ഉടനെ എന്ത് ചെയ്യും, ഇത് എവിടെ നിന്നെങ്കിലും ഹീറ്റ് അബ്സോർവ് ചെയ്തുകൊണ്ട് ലിക്വിഡിൽ നിന്ന് വേപ്പർ ആവാനായിട്ടുള്ള ശ്രമം നടത്തും. ആ ഇവാപ്പറേറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ലിക്വിഡ് എന്ത് ചെയ്യും, കാണുന്ന സ്ഥലത്തുകൾ കാണുന്ന എവിടെയൊക്കെ ഹീറ്റ് സോഴ്സ് ഉണ്ടോ അവിടെ നിന്നെല്ലാം എന്ത് ചെയ്യും, ഹീറ്റ് അബ്സോർവ് ചെയ്തുകൊണ്ട് ലിക്വിഡിൽ നിന്ന് വേപ്പർ ആവാനായിട്ട് ശ്രമിക്കും. അപ്പം നമ്മുടെ സർഫസിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും, തണുക്കും. ഇതാണ് അവിടെയാണ് റെഫ്രിജറേഷൻ നമുക്ക് കിട്ടുന്നത്. ഇവാപ്പറേറ്ററിനകത്താണ് ആക്ച്വലി നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് കിട്ടുന്നത്. ഓക്കെ. അപ്പം ആ ഇവാപ്പറേറ്ററിനകത്തോടെ പാസ് ചെയ്ത് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വരുന്ന സമയത്ത് ആ ലിക്വിഡ് കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറിയിരിക്കണം, വേപ്പറായിട്ട് മാറിയിരിക്കണം. എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹീറ്റ് അബ്സോർഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദെൻ ഇവാപ്പറേറ്റർ provides a heat transfer surface through which the heat can pass from the refrigerator space into the vaporizing refrigerant. അപ്പം ഇവിടെയാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ ഡിവൈസ് പറഞ്ഞ കൂട്ടത്തിന് ഇവാപ്പറേറ്ററിൻ്റെ കാര്യം കൂടെ പറയാം. ഇവാപ്പറേറ്ററിൽ വരുന്ന സമയത്ത് ഈ ലിക്വിഡ് റെഫ്രിജറന്റ് ഹീറ്റ് അബ്സോർവ് ചെയ്ത് കമ്മോഡിറ്റീസ് ഒക്കെ ഉണ്ടാവും, അവിടെ നിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ട് അത് വേപ്പറൈസിങ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ. ദെൻ സെക്ഷൻ ലൈൻ ദാറ്റ് ഈസ് ഫ്രം ദ ഇവാപ്പറേറ്റർ ടു ദ കംപ്രസർ ആണ്. Conveys low pressure vapor from the evaporator to the suction inlet to the compressor. അപ്പം ഇവിടെ നിന്ന് ഇവാപ്പറേറ്ററിനകത്ത് നിന്ന് വരുന്ന വേപ്പർ റെഫ്രിജറന്റ് നേരെ ഇവിടെ വരും, കംപ്രസറിലേക്ക് വരും. അത് ലോ പ്രഷറിൽ തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് വേപ്പർ കംപ്രഷൻ സിസ്റ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സൈക്കിൾ വിത്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ, cycle with wet vapor
വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. മൂന്നാമത്തത് സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ, സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ബിഫോർ കംപ്രഷൻ, ആൻഡ് സൈക്കിൾ വിത്ത് അണ്ടർ കൂളിംഗ് ഓർ സബ് കൂളിംഗ് ഓഫ് റെഫ്രിജറൻറ്റ്. അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു ടി എസ് ഡയഗ്രാം പി എച്ച് ഡയഗ്രാം എടുത്തിട്ടുണ്ട്, ഇത് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി നിങ്ങൾ തെർമൽ സയൻസിനകത്ത് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനകത്ത് നമ്മൾ ഫേസിന്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഫേസ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലൈൻ ഇപ്പൊ ഞാനൊരു സപ്പോസ് ഒരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ, ഒരു സപ്പോസ് ഒരു റീജിയൻ വരച്ചു കഴിഞ്ഞാൽ, ഇത് എന്തോ ആയിക്കോട്ടെ, ഇത് ടി എസ് ഡയഗ്രാമോ പി എച്ച് ഡയഗ്രാമോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനൊരു ഡോം വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലൈൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ലൈനാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ പാർട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഒരു സിസ്റ്റം 5 സിസ്റ്റം എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ദേവപ്രഭു കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇതാണ് സാച്ചുറേറ്റഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വരച്ചിട്ടിരിക്കുന്ന ഈ ലൈൻ, ഈ എന്താ പറയുക റാ പോലെ ഇരിക്കുന്ന സാധനമാണ് സാച്ചുറേറ്റഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ സാച്ചുറേറ്റഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ്, അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. സാച്ചുറേറ്റഡ് കണ്ടീഷൻ ഞാൻ എന്താണോ പറയുന്നത് അവിടെ അത് കംപ്ലീറ്റ് ആയിരിക്കും എന്നാണ് മെയിൻ ചെയ്യുന്നത്. ഞാൻ എന്താണോ അവിടെ എടുക്കാൻ പോകുന്ന ഫേസ് അത് അവിടെ കംപ്ലീറ്റ് ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഈ സാച്ചുറേറ്റഡ് ലൈനിന് ഒരു സെപ്പറേഷൻ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്, CP എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡ്, ക്രിട്ടിക്കൽ പോയിന്റിന്റെ റൈറ്റ് സൈഡ്. ഓക്കെ, ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ലൈൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് സാധനം ഞാൻ എടുത്തു കഴിഞ്ഞാലും ഈ പോയിന്റിൽ ഏത് സാധനം വന്നു കഴിഞ്ഞാലും അത് ലിക്വിഡ് ആയിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡിലായിരിക്കും അവൈലബിൾ ആണ്. അതായത് വാട്ടർ ആണ് അല്ലെ, അമോണിയ ആണെന്ന് വെച്ചോ, അമോണിയ ഞാൻ ഈ ലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് അമോണിയ ആയിരിക്കും. ഈ ലൈനിൽ ലിക്വിഡ് അമോണിയ ആയിരിക്കും സാച്ചുറേറ്റഡ് കണ്ടീഷൻ. പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു ഇത്രയും കൂടെ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഹീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡ് അമോണിയ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ അതിനകത്തുള്ള ആദ്യത്തെ എന്തെങ്കിലും ഒരു ഡ്രോപ്പ് വേപ്പർ ആവാൻ ശ്രമിക്കും. അതായത് തൊട്ടിപ്പുറത്തേക്കും വരും, തൊട്ട് ഇപ്പുറത്ത് വീഴും, ഈ ഒരു പോയിന്റ് വീഴും. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് അല്ല, അതിനകത്ത് ഒരു പാർട്ട് 1 kg എടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 kgക്കകത്ത് ഒരു ചെറിയ പാർട്ട് വേപ്പറായി തുടങ്ങി എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഈ ഒരു റീജിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റും എന്തായിരിക്കും, ലിക്വിഡ് ഫോമിൽ തന്നെ ആയിരിക്കും. അതിന്റെ അർത്ഥം ഇത് ഇസ് കാൾഡ് അണ്ടർ കൂളിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ സബ് കൂൾഡ് റീജിയൻ എന്ന് പറയാം. ഓക്കെ, സബ് കൂൾഡ് റീജിയൻ. അപ്പൊ ഞാൻ ഇവിടെ ഒരു സാധനത്തിന്റെ ഒരു ലൈൻ എടുക്കുകയാണ്, ജസ്റ്റ് ഒരു ലൈൻ അങ്ങ് വരച്ചു. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ഫേസ് കൺവേർട്ട് ചെയ്ത് പോയ ഒരു ലൈനാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റ്, 2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, ഞാൻ ഇവിടെ 3 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, 4 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, 5 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അങ്ങനെ 5 പോയിന്റുകൾ എനിക്കിവിടെ ഞാൻ ചുമ്മാ സബ്സ്റ്റൻസിന്റെ ഫേസ് കൺവേർഷനിലെ പാർട്ടുകൾ എടുത്തു. ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക്, ഞാനിപ്പോൾ സപ്പോസ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്യാസ് ആണെന്ന് വെച്ചോ, ആ ഗ്യാസിനെ ഞാൻ 1 പോയിന്റിൽ എടുത്തപ്പോഴത്തേക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് എനിക്ക് കിട്ടി. ഇവിടെ ഞാൻ എന്ത് പ്രോപ്പർട്ടീസ് ഇടുന്നത്, P ആണെന്നുണ്ടെങ്കിൽ പ്രഷർ കിട്ടും, ഇവിടെ H ഇട്ടാൽ അതിന്റെ എൻതാൽപ്പി കിട്ടും. ഓക്കെ, ഇവിടെ T ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും, ഇവിടെ S ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എൻട്രോപ്പി ആയിരിക്കും. അപ്പോൾ വാട്ട് എവർ ദ പ്രോപ്പർട്ടീസ് എനിക്ക് ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടി. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്റ്റൻസിനെ ഞാൻ ഹീറ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഹീറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹീറ്റ് ആഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് 1-ൽ നിന്ന് ഇവിടെ 2-ലെത്തി, 3-ലെത്തി, 4-ലെത്തി, 5-ലെത്തി. എനിക്ക് അങ്ങനെ 5 പോയിന്റുകൾ, സ്റ്റേറ്റ് പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ 5 സ്റ്റേറ്റ് പോയിന്റുകളിൽ കണ്ടീഷൻസ് എന്താണോ ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് L എന്ന് പറഞ്ഞു, ഇവിടെ L പ്ലസ് V എന്നെടുത്തു, ഇവിടെ V എന്നെടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോം, അതായത് ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിന്റെ ഈ സൈഡിലും കംപ്ലീറ്റ് ലിക്വിഡ് ആണ്. ഈ സാച്ചുറേറ്റഡ് ലൈനിന്റെ ഡോമിന്റെ ഉള്ളിൽ ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയൻ ആണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ വേപ്പർ ആണ്. ഈ ലൈൻ എന്താന്ന് ഞാൻ പറഞ്ഞു, സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്. ഇതെന്താണ്, സാച്ചുറേറ്റഡ് വേപ്പറും ആണ്. ഓക്കെ, അങ്ങനെ എനിക്കിവിടെ 1, 2, 3, 4, 5 പോയിന്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന് ലിക്വിഡ് പോയിന്റ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് കണ്ടീഷൻസ്, then saturated liquid condition,
സാച്ചുറേറ്റഡ് ലിക്വിഡ് കണ്ടീഷൻ, ദെൻ ലിക്വിഡ് പ്ലസ് വേപ്പർ, സാച്ചുറേറ്റഡ് വേപ്പർ ആൻഡ് വേപ്പർ. ഓക്കെ, ഈ ലൊക്കേഷൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ലൊക്കേഷൻസിലാണ് ഞാനിപ്പം ഈ 1, 2, 3, 4, 5 എന്ന് പറയുന്ന സാധനങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ഉള്ള ഗ്യാസ് 1-ൽ നിന്ന സമയത്ത് ഞാൻ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഹീറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ശരി, അതിൻ്റെ ഫേസ് എന്ത് തന്നെ ആയിരിക്കും, ലിക്വിഡ് തന്നെ ആയിരിക്കും. അപ്പം ഫേസ് കൺവേർഷൻസ് ഒന്നും ഞാൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു സബ്സ്റ്റൻസിന് ഉണ്ടാവുന്നില്ല. പകരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ ശ്രമിക്കും. ടെമ്പറേച്ചർ കൂടും. അപ്പം ഞാൻ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം സെൻസിബിൾ ഹീറ്റായിട്ടായിരിക്കും എന്ത് എടുക്കുന്നത്, ഈ ഒരു സബ്സ്റ്റൻസ് അബ്സർവ് ചെയ്യുന്നത്. 1-ൽ നിന്ന് ഞാൻ കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റും എന്ത് ചെയ്യും, ടെമ്പറേച്ചർ റൈസ് എന്ന് വെച്ചാൽ അടുത്തെങ്ങും അതെന്തിലേക്ക് വരത്തില്ല, സാച്ചുറേറ്റഡ് ലൈനിലേക്ക് വരത്തില്ല. കാര്യം ഇത്രയും ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും എത്തുന്നത് വരെയും അതെന്തായിരിക്കും, അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ അണ്ടർ കൂൾഡ് എന്നുള്ള സബ് കൂൾഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി അത് ഈ ഒരു പോയിന്റ് 2-ൽ എത്തിക്കഴിഞ്ഞാൽ, ആ സബ്സ്റ്റൻസ് 2-ൽ എത്തിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇനി ഒരു ചെറിയ ഹീറ്റ് കിട്ടിയാൽ കൂടിയും അതിനകത്ത് ഫേസ് കൺവേർഷൻ നടക്കും. മീൻസ് ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയനിലായിട്ട് അത് കയറും. അതുകൊണ്ടാണ് ഞാൻ അതിനെ സാച്ചുറേറ്റഡ് ലിക്വിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് കംപ്ലീറ്റും ലിക്വിഡ് സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഞാൻ എന്തെങ്കിലും ഒരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ഒരു ഡ്രോപ്പ് വേപ്പർ ആവാൻ ശ്രമിക്കും. അതാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ 2-ൽ നിന്ന് വീണ്ടും ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ലിക്വിഡിന്റെ എമൗണ്ട് കുറയുകയും വേപ്പറിന്റെ എമൗണ്ട് കൂടി കൂടി വരികയും ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. റൈറ്റിലോട്ട് ഞാൻ പോകുന്നതിനനുസരിച്ച് ഓൾമോസ്റ്റ് ലിക്വിഡിന്റെ ഇവിടെ എന്ന് പറയുന്നത് 1 kg ലിക്വിഡ് തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നതിനനുസരിച്ച് ലിക്വിഡിന്റെ ക്വാണ്ടിറ്റി കുറയും, അത് വേപ്പറിന്റെ ക്വാണ്ടിറ്റിയിലേക്ക് മാറുകയും ചെയ്യും. ടോട്ടൽ മാസ് റിമെയിൻസ് സെയിം ആയിരിക്കും. mg ലിക്വിഡ് എന്ന് mg എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, m എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ mg എന്ന് പറയുന്നത് ഗ്യാസും ml എന്ന് പറയുന്നത് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ mg എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇവിടെ, അതായത് ഗ്യാസിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അതായത് mg എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, ml മാക്സിമം ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് mg കൂടി കൂടി വരികയും ml കുറയുകയും ചെയ്യും. അങ്ങനെ വന്നിട്ട് ഈ ഒരു പോയിന്റ് 4 എന്ന് പറയുന്ന പോയിന്റിൽ എത്തി കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് അത് സാച്ചുറേറ്റഡ് വേപ്പറായി മാറും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ml മാസ് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് 0 ആയി മാറുകയും mg എന്ന് പറയുന്നത് 1 kg ആയി മാറുകയും ചെയ്യും. അതാണ് സാച്ചുറേറ്റഡ് വേപ്പർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി പിന്നീട് അങ്ങോട്ട് ഞാൻ കൊടുക്കുന്നതിനനുസരിച്ച് 5 എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നത് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരി, ഒരു കാരണവശാലും ഫേസ് കൺവേർഷൻ നടത്തില്ല, അത് വേപ്പർ തന്നെ ആയിരിക്കും. പകരം എന്ത് ചെയ്യും, അതിന്റെ ടെമ്പറേച്ചർ കൂടി കൂടി വരും, അത് സൂപ്പർ ഹീറ്റഡ് ആയി മാറുകയും ചെയ്യും. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു pH ഡയഗ്രാം ഇവിടെ നടക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു pH ഡയഗ്രത്തിനകത്ത് ആ വേപ്പർ ഡോം ഉണ്ട്. ഇതാണ് ആ വേപ്പർ ഡോം എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി ഇതിനകത്ത് അവർ പല കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ pH ഡയഗ്രാം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. നമുക്ക് 5 കാര്യങ്ങളാണ് അവരവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു pH ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കംപ്രഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് സാധാരണ രീതിയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ പ്രോസസ്സ് ആയിരിക്കും. ഞാൻ ഇവിടെ പറഞ്ഞു 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ കംപ്രസറിനകത്ത് വേപ്പറിനെ എടുത്തു, വേപ്പർ ആയിരിക്കും, ആ വേപ്പറിനെ എടുത്ത് കംപ്രസ് ചെയ്ത് എന്ത് ചെയ്തു 2-ലെത്തി. 2-ൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്താണ്, സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ എന്നാണ്. 1 എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷനും 2 എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനാണ്. ദെൻ 2-ൽ നിന്ന് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പാൻഷൻ പ്രോസസ്സ്. കണ്ടൻസറിലാണ്. കണ്ടൻസറിനകത്ത് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ പ്രഷർ കോൺസ്റ്റന്റ് ചെയ്തത് അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറും, ലിക്വിഡ് ആയിട്ട് മാറും. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. തിരിച്ചിങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങോട്ടാണ് കംപ്രഷൻ നടന്നത്. 2 to 3 എന്ന് പറയുന്ന പോയിന്റ്. 2 to 3-ൽ വന്നിരിക്കുന്ന സമയത്ത് 2-ൽ നിന്ന് ഞാനിവിടെ കൂളിംഗ് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് നടക്കുകയാണ്. എന്തിനേക്ക് വേണ്ടിയിട്ട്, അതിന് ലിക്വിഡ് ആവാൻ വേണ്ടിയിട്ട്. അതായത് ഇത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനാണ്, ഇത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായി, ഈ റീജിയനിൽ കയറുമ്പോഴത്തേക്ക് ലിക്വിഡും പ്ലസ് വേപ്പറും ഫോം ചെയ്യും. അപ്പോൾ ഈ ഇത്രയും സ്ഥലം ഈ 2 മുതൽ അല്ലെങ്കിൽ 2' എന്ന് പറയുന്നൊരു പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഈ 2 to 2' വരെയും ഒരു കാരണവശാലും എന്ത് ഫോം ചെയ്യത്തില്ല, ലിക്വിഡ് ഫോം ചെയ്യത്തില്ല. അവിടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യത്തേ ഉള്ളൂ. കാര്യം എന്താ, 2 എന്ന് പറയുന്നത് നിൽക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറാണ്, സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനാണ്. 2' വരുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറയും. കാര്യം ഞാൻ ഹീറ്റ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം കണ്ടൻസറിനകത്തോട് പോകുമ്പോൾ ഹീറ്റ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആ ഹീറ്റ് റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് 2 എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്ക് അതിന്റെ ആ വേപ്പറിന്റെ സാച്ചുറേറ്റഡ് വേപ്പർ റീജിയനിലെത്തി. പിന്നീട് ഞാൻ ഹീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ എന്ത് ഫോം ചെയ്യും? ലിക്വിഡ് ഫോം ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നതിനനുസരിച്ച് ലിക്വിഡിന്റെ കണ്ടന്റ് കൂടുകയും വേപ്പറിന്റെ കണ്ടന്റ് കുറയുകയും ചെയ്യും. അപ്പൊ കണ്ടൻസറിനകത്തൂടെ അത് പാസ് ചെയ്ത് 3-ലെത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറും? ലിക്വിഡായി മാറും. നമുക്ക് ഉള്ള റെഫ്രിജറന്റ് കംപ്ലീറ്റ് ലിക്വിഡായി മാറി. അത് ഐസോബാറിക് പ്രോസസ് ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇനി നടക്കുന്നത് പറയുന്നത് ഈ 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് എന്ത് നടക്കുന്നത്? എക്സ്പാൻഷൻ പ്രോസസ് നടക്കുന്നത്. അത് ഐസെന്താൽപിക്കലിയാണ്. ഐസെന്താൽപി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ തന്നെയായിരിക്കും. ഇതാണ് ഐസെന്താൽപി പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് എക്സ്പാൻഷൻ ഡിവൈസിനകത്തൂടെ കയറി കഴിയുമ്പോഴത്തേക്കും ലിക്വിഡ് ആണ് എക്സ്പാൻഡറിനകത്ത് കയറുന്നതെങ്കിലും എക്സ്പാൻഡ് ചെയ്ത് പുറത്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് വേപ്പർ ഉണ്ടാകുന്നു. മനസ്സിലായി? ഈ പോയിന്റിൽ വേപ്പർ ഉണ്ടാവും. അതായത് 4 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ കാര്യം ഇവിടെ വേപ്പർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഐസെന്താൽപിക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ കിട്ടണം, ഈ പോയിന്റ് കിട്ടണം. ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലാണ് എനിക്ക് എക്സ്പാൻഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഐസെന്താൽപിക്കലി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇവിടുന്ന് എക്സ്പാൻഷൻ നടത്തണം. ഇവിടുന്ന് എക്സ്പാൻഷൻ നടത്തണമെങ്കിൽ ഞാൻ പിന്നെയും കൂൾ ചെയ്ത് ഇവിടെ വെച്ച് കൂളിംഗ് നിർത്തിയാൽ പോരാ. വീണ്ടും കൂൾ ചെയ്ത് ടെമ്പറേച്ചർ കുറച്ച് ഈ പോയിന്റിൽ എത്തണം. അതായത് 3' എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്ത് കംപ്ലീറ്റ് ലിക്വിഡ് എന്താക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. വേപ്പർ റെഫ്രിജറന്റിന് കംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടൻസ് ചെയ്തതിന് ലിക്വിഡിനെ തന്നെ എനിക്ക് എക്സ്പാൻഡ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. കാര്യം ഇതെന്ന് പറയുന്നത് ഒരുപാട് ടെമ്പറേച്ചർ കുറയ്ക്കുന്ന റീജിയനാണ്. അപ്പോൾ ഞാൻ കണ്ടൻസറിനകത്ത് ഒരുപാട് ഹീറ്റിനെ എടുത്ത് കളഞ്ഞ് അതിനെ സബ് കൂൾഡ് കണ്ടീഷനിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 4 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാം. അപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞു സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ 4 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 to 1 എന്ന് പറയുന്നത് ഇവാപ്പറേറ്ററിനകത്താണ്. ഇവാപ്പറേറ്ററിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഉടനെ തന്നെ ഈ റെഫ്രിജറന്റ് ലിക്വിഡ് കണ്ടീഷനിലാണ്. അത് വേപ്പർ ആവാനുള്ള ശ്രമം നടത്തും. എന്തെടുക്കും? അത് ഹീറ്റ് അബ്സോർവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഹീറ്റ് അബ്സോർവ് ചെയ്യാൻ തുടങ്ങും. ഹീറ്റ് അബ്സോർവ് ചെയ്യും. ഈ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു റെഫ്രിജറന്റ് അതിന്റെ ലിക്വിഡ് ഫോമിൽ നിന്ന് അല്ലെങ്കിൽ എന്തൊക്കെ ലിക്വിഡ് ഉണ്ടോ ആ ലിക്വിഡ് എല്ലാം കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് വേപ്പറിലേക്ക് വരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിലെത്തും. വീണ്ടും എവിടെ എത്തും? കംപ്രസറിലെത്തും. വീണ്ടും കംപ്രസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടിയത്? H1 - H4. ഇതാണ് നമ്മുടെ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് എനിക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് കിട്ടിയത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സപ്പോസ് ഞാനിവിടെ അണ്ടർകൂൾ ചെയ്തിട്ടാണ് ഇവിടെ നിന്നാണ് എനിക്ക് എക്സ്പാൻഡ് ചെയ്തെങ്കിൽ ഇവിടെ 3' നിന്നാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇവിടെ ആയിരിക്കും 4 എന്ന് പറയുന്ന പോയിന്റ് കിട്ടുക. 4' എടുത്തോ. ആ 4' എന്നായിരിക്കും പിന്നെ ഈ വാപ്പറേറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്ത് കിട്ടും? എനിക്ക് കൂടുതൽ റെഫ്രിജറേഷൻ എഫക്റ്റ് കിട്ടും. ആലോചിച്ച് നോക്കിയാൽ H1 - H4 H4' നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ആയിരിക്കും കൂടുതൽ. H1 - H4' എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കൂടുതൽ. അപ്പം റെഫ്രിജറേഷൻ എഫക്റ്റ് കൂടുതലാക്കാൻ പറ്റും. ഈ കാര്യങ്ങളാണ് നേരത്തെ അവിടെ പറഞ്ഞത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട, ഇപ്പൊ കംപ്രസറിന്റെ ബേസ് ചെയ്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. കംപ്രസർ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സൈക്കിൾ വിത്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. അതായത് കംപ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആണ്. ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? നിങ്ങളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കംപ്രസ് ചെയ്ത് ഡ്രൈ സാച്ചുറേറ്റഡ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഡ്രൈ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ഇതിന് ഉള്ളിലാണ്. അപ്പം കംപ്രസ് ചെയ്ത് ഡ്രൈ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കും. അപ്പോൾ ഇവിടെ നിന്ന് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. 1 to 2 എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കും. അതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതാണ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. കംപ്രസ് ചെയ്ത് കഴിയുമ്പോഴും എന്തല്ല കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറിയതില്ല, വേപ്പറായിട്ട് മാറിയതില്ല. ഓക്കെ, ദെൻ എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ ആണ്. സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? കംപ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു റീജിയനിലേക്ക് വരുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ആണ് ഇത് മനസ്സിലാക്കി വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ഈ ക്ലാസ് നിർത്തും. When the vapor is dry and saturated at the end of the compression.
സോ ഡ്രൈ സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ന് പറയുന്നത് കംപ്രസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു സാച്ചുറേറ്റഡ് പോയിന്റിൽ എത്തുന്ന കണ്ടീഷനാണ്. അതായത് pH ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് എത്തിക്കുന്നു അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ എത്തിക്കുന്നു. ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പം ഇവിടെ എത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിൽ കംപ്രസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന റെഫ്രിജറന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വേപ്പർ ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് ഹീറ്റ് റിമൂവ് ചെയ്താൽ ഉടനെ തന്നെ അത് എന്തായി മാറും? ലിക്വിഡ് ഫോമിലേക്ക് മാറും. അതുകൊണ്ട് ആണ് അവിടെ ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ pH ഡയഗ്രാം TS ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. സോ അഡാബാറ്റിക് കംപ്രഷൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ അഡാബാറ്റിക് കണ്ടീഷൻ ഈ അഡാബാറ്റിക്കലി കംപ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ റിവേഴ്സിബിൾ ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്തുകൊണ്ട് എനിക്കൊരു ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷൻ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയനിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയനിൽ നിന്ന് ഞാൻ കംപ്രസ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ? എനിക്കൊരു ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ഇത് ഞാൻ ഒരു സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷനിൽ കൊണ്ട്, അതായത് 1 ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കംപ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ പോകത്തുള്ളൂ. ഇങ്ങനെ പോകുന്ന സമയത്ത് 2 എന്ന് പറയുന്ന പോയിന്റ് സൂപ്പർ ഹീറ്റർ റീജിയനിലേക്കായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ലേറ്റന്റ് ഹീറ്റ് കണ്ടൻസിങ് മീഡിയം ആയിരിക്കും നടക്കുന്നത്. ദെൻ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഈ 2ൽ നിന്ന് പിന്നീട് 3ലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവത്തില്ല. നേരെ 2 to 3 എന്ന് പറയുന്നത് T2 = T3 തന്നെ ആയിരിക്കും. കാര്യം അവിടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവുന്നില്ല. കാര്യം അവിടെ പിന്നീട് ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ലേറ്റന്റ് ഹീറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്ത് പോകുന്നത്. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ലിക്വിഡ് പാർഷ്യലി ഇവാപറേറ്റ്സ്, ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻക്രീസ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 എന്ന് പറയുന്ന പോയിന്റ് നിന്നായിരിക്കും പിന്നീട് ഫർദർ എക്സ്പാൻഷൻ നടക്കുന്നത്. ഫർദർ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രൈനസ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. മീൻസ് ദാറ്റ് അവിടെ വരുമ്പോഴത്തേക്കും അവിടെ വരുന്ന വേപ്പറിന്റെ റേറ്റ് കൂടുതലായിരിക്കും ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും. ഇത്രയും കാര്യങ്ങളാണ് വേപ്പർ is dry and saturated at the end of the compression എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ 2 എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേപ്പർ കംപ്രഷൻ സിസ്റ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതാ പറയാം. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ദ വേപ്പർ ഈസ് ഡ്രൈ ആൻഡ് അല്ലെങ്കിൽ ദ വേപ്പർ ഈസ് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഡ്രൈ സാച്ചുറേറ്റഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. വേപ്പർ ഈസ് സാച്ചുറേറ്റഡ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് ആ ഡയഗ്രാം. ഇനി ഇതിന്റെ COP എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ എഫക്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണ്. റെഫ്രിജറേഷൻ എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? H1 minus H4 ആണ് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ എഫക്ട് എന്ന് പറയുന്നത്. ഇവിടെ H4 എന്ന് പറയുന്നതും HF3 എന്ന് പറയുന്നതും ഒരു സെയിം ആയിട്ട് എടുത്തു. HF3 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയൻ ആണ് വന്നിരിക്കുന്നത്. സോ H1 minus HF3 ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറയുന്നത് കംപ്രസറിനകത്താണ്. കംപ്രസർ എന്ന് പറയുന്നത് 1 to 2 ആണ്. ദാറ്റ് ഈസ് H2 minus H1. സോ H2 minus H1 എന്ന് പറയുന്നത് വർക്ക് ഇൻപുട്ടും H1 minus H4 എന്ന് പറയുന്നത് അല്ലെങ്കിൽ H1 minus F3 എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ എഫക്ട് ആയിരിക്കും. സോ COP is equal to refrigeration effect divided by work done. So that is H1 minus HF3 divided by H2 minus H1. അപ്പോൾ ഇതാണ് വേപ്പർ ഇസ് സാച്ചുറേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ compression, അല്ലെങ്കിൽ the vapor is dry saturated at the end of the compression. Clear?